അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഹദീദിന്റെ അവസാനത്തെ ഭാഗമാണിത്. 28 മുതലുള്ള ആയത്തിന്റെ വിശദീകരണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വആമിനൂ ബിറസൂലിഹി യുഅ്തികും കിഫ്ലൈനി മിർ റഹ്മതിഹി വയജ്അൽ ലക്കും നൂറൻ തംശൂന ബിഹി വയഗ്ഫിർ ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വആമിനൂ ബിറസൂലിഹി, വആമിനൂ, നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക. ബിറസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിക്കുക. എന്നാൽ യുഅ്തികും, അല്ലാഹു നിങ്ങൾക്ക് നൽകും, കിഫ്ലൈനി, രണ്ടോഹരി, മിർ റഹ്മതിഹി, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന്, വയജഅൽ ലക്കും, നിങ്ങൾക്ക് അല്ലാഹു ആക്കിത്തരികയും ചെയ്യും, നൂറൻ, ഒരു പ്രകാശത്തെ, തംശൂന, നിങ്ങൾ നടക്കുന്നു, ബിഹി, ആ പ്രകാശം കാരണമായി, വയഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരികയും ചെയ്യും, വയഗ്ഫിർ ലക്കുമുല്ലാഹ്, വയഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരികയും ചെയ്യും, വല്ലാഹു, അല്ലാഹു തആല, ഗഫൂറുൻ, വളരെ വളരെ കൂടുതലായി പുറത്തു തരുന്നവനാണ്, റഹീമുൻ, റഹീമുമാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ പ്രതിഫലത്തിൽ നിന്ന് രണ്ടിരട്ടി പ്രതിഫലമാണ് അള്ളാഹു നൽകുക. കിഫ്ലൈന്, രണ്ടോഹരി എന്ന് പറഞ്ഞു, രണ്ടിരട്ടി പ്രതിഫലം അള്ളാഹു നൽകും. ഇവിടൊക്കെ അള്ളാഹുവിന്റെ പ്രതിഫലങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ വയജഅൽ ലക്കും നൂറൻ, നിങ്ങൾക്കൊരു നൂറിനെ, ഒരു പ്രകാശത്തെ, ഒരു വെളിച്ചത്തെ ആക്കി തരികയും ചെയ്യും. തംശൂന ബിഹി, ആ വെളിച്ചം മുഖേന നിങ്ങൾ നടക്കും എന്ന് പറഞ്ഞു. പരലോകത്ത് ലഭ്യമാവാൻ വേണ്ടി പോകുന്ന പ്രകാശത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ സൂറത്തുൽ ഹദീദിൽ പലതവണ ഈ പ്രകാശത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ മഹശറ എന്ന് പറയുന്ന ലോകം, പരലോകം, ചില ആളുകൾക്ക് അത് കൂരിരുട്ടായിരിക്കും. എന്നാൽ ഈമാനുള്ളവർക്ക് ഓരോരുത്തരുടെയും ഈമാനിന്റെ തോതനുസരിച്ചുള്ള പ്രകാശം അവിടെ ഉണ്ടാവും. ആ പ്രകാശത്തിൽ അവർ മുന്നോട്ട് നടക്കുകയും ചെയ്യും. ഇനി 29-ാമത്തെ ആയത്ത്, അവസാനത്തെ ആയത്ത്. لئلا يعلم أهل الكتاب ألا يقدرون على شيء من فضل الله وأن الفضل بيد الله وأن الفضل بيد الله يؤتيه من يشاء والله ذو الفضل العظيم. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലെ ഒന്നും അധീനമാക്കാൻ തങ്ങൾക്ക് കഴിവില്ലെന്നും തീർച്ചയായും അനുഗ്രഹം അള്ളാഹുവിന്റെ കൈകളിലാണെന്നും താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു അത് നൽകുമെന്നും വേദക്കാർ അറിയാൻ വേണ്ടിയാണിത്. അള്ളാഹു മഹത്തായ അനുഗ്രഹത്തിന്റെ ഉടമയാണ്. അതായത് ഓരോരുത്തരും ഏതൊരു പ്രവാചകന്റെ അനുയായികളാണോ, ആ പ്രവാചകൻ മാത്രമേ സത്യപ്രവാചകനായിട്ടുള്ളൂ. തങ്ങൾ സ്വീകരിച്ച മാർഗം മാത്രമേ അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മാർഗമുള്ളൂ. സ്വർഗം നമുക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നൊക്കെയായിരുന്നു വേദക്കാരുടെ ചില വാദങ്ങൾ. ചില ആൾക്കാരുടെ ഈ ചില വാദങ്ങളെ ഖണ്ഡിക്കുന്നതാണ് ഈ ആയത്ത്. അറിയേണ്ടതിനു വേണ്ടി, അഹ്ലുൽ കിതാബ്, വേദക്കാർ അറിയുന്നതിനു വേണ്ടി, അല്ലാ യഖ്ദിറൂന, അവർക്ക് കഴിയുകയില്ലെന്ന്, അലാ ഷൈഇൻ, യാതൊന്നിനും, മിൻ ഫളില്ലാഹി, അല്ലാഹുവിന്റെ ഫളിൽ നിന്ന്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് ഒരു വിഷയത്തിനുമേലും അവർക്ക് കഴിയുകയില്ല എന്ന്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലെ യാതൊന്നും അധീനമാക്കാൻ അവർക്ക് കഴിയില്ലെന്നും, വഅന്നൽ ഫളല, തീർച്ചയായിട്ടും ഫളല്, അള്ളാഹുവിന്റെ ഔദാര്യം, ബിയദില്ലാഹി, അള്ളാഹുവിന്റെ കയ്യിലാണെന്നും,
യുഅ്തിഹി ആ ഫളിനെ അല്ലാഹു നൽകുന്നു മൻ യശാ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു എന്ന് വേദക്കാർ അറിയാൻ വേണ്ടിയാണിത്. വല്ലാഹു ദുൽ ഫളിൽ അലീം അല്ലാഹു മഹത്തായ അനുഗ്രഹത്തിന്റെ ഉടമയാകുന്നു. അല്ലാഹു ദയ ഉള്ളവനാകുന്നു, മഹത്തായ ദയ ഉള്ളവനാകുന്നു. സൂറത്തുൽ ഹദീദിന്റെ 29-ാമത്തെ ആയത്താണ് ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞത്. നുബൂവത്ത് എന്ന അള്ളാഹുവിന്റെ അനുഗ്രഹം, ആ അപാരമായ അനുഗ്രഹം, അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നൽകും. മാത്രമല്ല മറ്റേത് അനുഗ്രഹങ്ങളും അങ്ങനെ തന്നെയാണ്. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടയവൻ അള്ളാഹുവാണ്. ആ അനുഗ്രഹം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നൽകും. ആ വിശാലമായ അർത്ഥത്തിലേക്കാണ് ഈ ആയത്ത് നമ്മെ കൊണ്ടുപോകുന്നത്. ഏതായിരുന്നാലും സൂറത്തുൽ ഹദീദിന്റെ വിശദീകരണ ക്ലാസ് ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. നാം ഈ 10 ക്ലാസ്സുകളിലായി നാം പറഞ്ഞ എല്ലാ വിഷയങ്ങളും കാര്യങ്ങളും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എന്തെങ്കിലും തെറ്റുകൾ അശ്രദ്ധയിലോ മറ്റോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. ഇതൊക്കെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ഖുർആൻ പഠിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കും മറ്റുള്ളവരിലേക്കും ഫോർവേഡ് ചെയ്തു കൊടുക്കുകയും ഷെയർ ചെയ്തു കൊടുക്കുകയും അങ്ങനെ നന്മയുടെ പ്രചാരകരാവുകയും ചെയ്ത ഉപാധറയിലുള്ള ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.